നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരോ സ്നേഹിച്ചവരോ നിങ്ങളെ തനിച്ചാക്കിപ്പോയൊരു സാഹചര്യമുണ്ടായിട്ടുണ്ടോ? കൂടെ നിൽക്കുമെന്ന് കരുതിയവർ തിരിഞ്ഞു നടന്നപ്പോൾ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ശൂന്യതയിലേക്ക് നോക്കി പകച്ചുനിന്ന ഒരു നിമിഷം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്നു കരുതി സഹായത്തിനായി നീട്ടിയ കൈകൾ ശൂന്യമായി മടങ്ങിയപ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ വേദന, ആ നിസ്സഹായത ഒരുപക്ഷെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിച്ചെന്നു വരില്ല. മനുഷ്യരെന്ന നിലയിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ പിന്തുണയാണ്. വീഴുമ്പോൾ താങ്ങാനൊരാൾ, കരയുമ്പോൾ ആശ്വസിപ്പിക്കാനൊരാൾ, തോൽക്കുമ്പോൾ ചേർത്തുപിടിക്കാനൊരാൾ, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ യുദ്ധങ്ങളിൽ നാം എപ്പോഴും തനിച്ചായിരിക്കും. ആ സത്യം അംഗീകരിക്കാൻ നാം പലപ്പോഴും മടിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുകയും അവർ നമ്മെ വിട്ടുപോകുമ്പോൾ തകർന്നുപോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ തകർച്ചയിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനായി ഉയർന്നുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനും വിജയിക്കാനും നിങ്ങൾക്ക് കഴിയും. അതിന് നിങ്ങളെ സഹായിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഭാരതം കണ്ട ഏറ്റവും മികച്ച തന്ത്രജ്ഞനായ ചാണക്യന്റെ ചില സുപ്രധാന പാഠങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നന്ദവംശത്തിലെ രാജാവായ ധനനന്ദന്റെ സഭയിൽ വെച്ച് കടുത്ത അപമാനം നേരിട്ട ഒരു സാധാരണ ബ്രാഹ്മണനായിരുന്നു ചാണക്യൻ. അദ്ദേഹത്തെ രാജാവ് സഭയിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്താക്കി. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല. സ്വന്തം സൈന്യമോ സമ്പത്തോ പദവിയോ ഇല്ലാത്ത തികച്ചും ഏകാഗിയായ ഒരു മനുഷ്യൻ. ആ സ്ഥാനത്ത് നമ്മളിൽ പലരുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ അപമാനഭാരത്താൽ ജീവിതം തന്നെ അവസാനിപ്പിച്ചേനെ, അല്ലെങ്കിൽ ആരോടും പറയാതെ എവിടെയെങ്കിലും ഒളിച്ചോടിയേനെ. എന്നാൽ ചാണക്യൻ അങ്ങനെ ചെയ്തില്ല. തന്റെ ശിഖയഴിച്ചിട്ടുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിജ്ഞയെടുത്തു. തന്നെ അപമാനിച്ച നന്ദവംശത്തെ വേരോടെ പിഴുതെറിയാതെ താൻ ഇനി ഈ ശിഖ കെട്ടില്ല എന്ന്. ആ നിമിഷം മുതൽ അദ്ദേഹം ഒറ്റയ്ക്കുള്ള പോരാട്ടം തുടങ്ങി. തനിക്ക് ചുറ്റും ആരുമില്ലെന്നത് അദ്ദേഹത്തെ തളർത്തിയില്ല, പകരം അത് അദ്ദേഹത്തിന് കൂടുതൽ കരുത്ത് നൽകി. തന്റെ ലക്ഷ്യത്തിലേക്കെത്താൻ അദ്ദേഹം സ്വന്തമായി വഴികൾ വെട്ടിത്തുറന്നു. ചന്ദ്രഗുപ്തൻ എന്ന സാധാരണക്കാരനായ ഒരു ബാലനെ കണ്ടെത്തി അവനെ പരിശീലിപ്പിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യമായ മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാക്കി അദ്ദേഹം മാറ്റി. ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യം കാണിച്ച ഒരു മനുഷ്യന്റെ നിശ്ചയദാർഢ്യമാണ് ചരിത്രം തിരുത്തിക്കുറിച്ചത്. ചാണക്യൻ അത് സാധിച്ചുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും അത് സാധിക്കും. മനുഷ്യബന്ധങ്ങളുടെ യഥാർത്ഥ മുഖം നാം ആദ്യം തിരിച്ചറിയണം. ചാണക്യനീതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്വാർത്ഥതയില്ലാത്ത ഒരു ബന്ധവും ഈ ലോകത്തിലില്ല എന്ന്. കേൾക്കുമ്പോൾ അല്പം കയ്പുള്ള സത്യമായി തോന്നാമെങ്കിലും അതാണ് യാഥാർത്ഥ്യം. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുള്ളിടത്തോളം കാലം ആളുകൾ നിങ്ങളുടെ ചുറ്റും കാണും. നിങ്ങളുടെ പദവി, സമ്പത്ത്, സൗന്ദര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാധീനം എന്നിവയൊക്കെ ആയിരിക്കാം അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു വീഴ്ച സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ കയ്യിലെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാതാകുമ്പോൾ ഈ പറഞ്ഞ ആളുകളെല്ലാം പതുക്കെ നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങും. നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നവർ ഇരുട്ട് വീഴുമ്പോൾ അപ്രത്യക്ഷമാകുന്നതുപോലെ പ്രതിസന്ധികളിൽ അവർ നിങ്ങളെ തനിച്ചാക്കും. ഇത് തിരിച്ചറിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. മറ്റുള്ളവർ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് നാം അന്ധമായി വിശ്വസിക്കുന്നു. ഈ വിശ്വാസമാണ് നമ്മുടെ തകർച്ചയുടെ പ്രധാന കാരണം. നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ ഒരിക്കലും സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്. കാരണം അത് സത്യങ്ങൾ തിരിച്ചറിയാനുള്ളൊരവസരമാണ്. നിങ്ങളുടെ കൂടെ നിൽക്കാൻ അർഹതയില്ലാത്തവരെ പ്രകൃതി തന്നെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഒറ്റയ്ക്കാവുക എന്നത് പലരും ഒരു ശാപമായാണ് കാണുന്നത്. എന്നാൽ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഏകാന്തത എന്നത് ഒരു അനുഗ്രഹമാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് അവൾ അല്ലെങ്കിൽ അവൻ തനിച്ചാകുമ്പോഴാണ്. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശബ്ദം നമുക്ക് തന്നെ കേൾക്കാൻ സാധിക്കില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചാകും നാം പലപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ തനിച്ചാകുമ്പോൾ നാം നമ്മിലേക്ക് തന്നെ തിരിയുന്നു. നമ്മുടെ സ്വന്തം കഴിവുകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും നാം ബോധവാന്മാരാകുന്നു. നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്നത് ഈ ഏകാന്തതയിലാണ്. ഒരു ശില്പി ഒരു കല്ലിൽ നിന്ന് അനാവശ്യമായ ഭാഗങ്ങൾ കൊത്തിമാറ്റി മനോഹരമായൊരു ശില്പമുണ്ടാക്കുന്നതുപോലെ പ്രതിസന്ധികളും ഏകാന്തതയും നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യമായ ഭയങ്ങളെയും ആശ്രയത്വത്തെയും ഇല്ലാതാക്കി നിങ്ങളെ ശക്തനായൊരു വ്യക്തിയാക്കി മാറ്റുന്നു. അതിനാൽ ഒറ്റയ്ക്കാകുമ്പോൾ തളരുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുകയും അതിനായുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുക. ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ് വൈകാരികമായ നിയന്ത്രണം അഥവാ ഇമോഷണൽ കൺട്രോൾ. നമ്മുടെ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും റിമോട്ട് കൺട്രോൾ നാം പലപ്പോഴും മറ്റുള്ളവരുടെ കൈകളിലാണ് കൊടുക്കുന്നത്. അവർ നല്ലത് പറഞ്ഞാൽ നാം സന്തോഷിക്കുന്നു, അവർ കുറ്റപ്പെടുത്തിയാൽ നാം തകർന്നു പോകുന്നു. ആരെങ്കിലും നമ്മെ വിട്ടുപോയാൽ നമ്മുടെ ലോകം അവസാനിച്ചു എന്ന് നാം കരുതുന്നു. ഈ വൈകാരികമായ അടിമത്തം ഇല്ലാതാക്കുക എന്നതാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്നതിന്റെ ആദ്യപടി. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക.
നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരല്ല, നിങ്ങൾ തന്നെയാണ്. ആരും നിങ്ങളെ അഭിനന്ദിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചോർത്ത് നിങ്ങൾക്ക് സ്വയം അഭിമാനിക്കാം. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ അതിൽ തകർന്നു പോകാതെ അതിനെ ഒരു പാഠമായി ഉൾക്കൊള്ളാൻ സാധിക്കണം. മറ്റുള്ളവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം നശിപ്പിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ മാനസികമായി ശക്തനാകണം. ഈ മാനസികമായ കരുത്താണ് ഒറ്റയ്ക്കുള്ള യാത്രയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഒരു സിംഹം കാട്ടിലൂടെ നടക്കുമ്പോൾ അതിനു ചുറ്റും മറ്റു മൃഗങ്ങളുടെ ഒരു പടയുണ്ടാകാറില്ല. അത് ഒറ്റയ്ക്കാണ് നടക്കുന്നത്. അതിന്റെ ഗാംഭീര്യവും ശക്തിയും ആ ഏകാന്തതയിലാണുള്ളത്. അതുപോലെ വലിയ ലക്ഷ്യങ്ങളുള്ളവർ പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും സഞ്ചരിക്കുക. ആൾക്കൂട്ടത്തിനെപ്പോഴും ഒരു പൊതുവായ ചിന്താഗതിയാണുണ്ടാകുക. അവർ സുരക്ഷിതമായ വഴികളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുകയുള്ളൂ. റിസ്ക് എടുക്കാനോ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനോ അവർ ഭയപ്പെടുന്നു. എന്നാൽ നിങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നടക്കേണ്ടിവരും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി ചിലപ്പോൾ വളരെ കഠിനമായിരിക്കാം. ആ വഴിയിൽ നിങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടാകില്ല. പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങൾ പരാജയപ്പെടുമെന്ന് അവർ പ്രവചിക്കും. അത്തരം ഘട്ടങ്ങളിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പിന്മാറരുത്. നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ടു പോകുക. ചാണക്യൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റാരോടും പങ്കുവയ്ക്കരുത്. അത് നിങ്ങളെ നശിപ്പിക്കാൻ കാരണമാകും. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും നിങ്ങളോട് മാത്രം സംസാരിക്കുക. നിശബ്ദമായി പ്രവർത്തിക്കുക. നിങ്ങളുടെ വിജയം മറ്റുള്ളവർക്കുള്ള മറുപടിയാകട്ടെ. സാമ്പത്തികമായ സ്വാതന്ത്ര്യം എന്നത് ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കില്ല. സാമ്പത്തികമായി തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സമൂഹവും വേണ്ടപ്പെട്ടവരും പോലും വില കുറച്ചാണ് കാണുക. അതിനാൽ സ്വന്തമായി പണം സമ്പാദിക്കാനും അത് കൃത്യമായി കൈകാര്യം ചെയ്യാനും പഠിക്കുക. സമ്പത്ത് എന്നത് കേവലം ആഡംബരത്തിനു വേണ്ടിയുള്ളതല്ല, മറിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഉപാധിയാണ്. നിങ്ങൾ സാമ്പത്തികമായി സ്വതന്ത്രനാകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഭയമില്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ സമ്പത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നീതിപൂർവമായ മാർഗങ്ങളിലൂടെ സമ്പത്ത് ആർജിക്കാനും അത് സംരക്ഷിക്കാനും ഒരു വ്യക്തി ബാധ്യസ്ഥനാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഈ ചിന്തകൾ നിങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഓർക്കുക, ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എല്ലാവരും നിങ്ങളെ കൈവിട്ടാലും നിങ്ങൾ നിങ്ങളെ കൈവിടരുത്. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ശക്തനായി തിരിച്ചുവരിക. മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റാനല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം കഴിവ് തെളിയിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ലോകം എപ്പോഴും വിജയികളുടെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ. നിങ്ങൾ കരഞ്ഞുകൊണ്ട് നിന്നാൽ ലോകം നിങ്ങളെ നോക്കിച്ചിരിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുനീർ തുടച്ചുമാറ്റി പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് നിന്ന് പോരാടി വിജയിച്ചാൽ അന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ തന്നെ നിങ്ങളുടെ വിജയഗാഥകൾ പാടാൻ മുന്നിലുണ്ടാകും. അതാണ് ഈ ലോകത്തിന്റെ രീതി. അതുകൊണ്ട് ആരുമില്ല എന്ന പരാതി ഒഴിവാക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളാണ്. നിങ്ങളുടെ നിഴൽ പോലും ഇരുട്ടിൽ നിങ്ങളെ വിട്ടുപോകും. അതുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. ജീവിതം എന്നത് ഒരു യുദ്ധക്കളമാണ്. അവിടെ ഓരോരുത്തർക്കും അവരവരുടെ യുദ്ധങ്ങൾ തനിച്ചു തന്നെ നേരിടേണ്ടിവരും. ആരും വന്ന് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ രക്ഷകനായി മാറണം. ഏകാന്തതയെ ഭയപ്പെടുന്നതിനു പകരം അതിനെ സ്നേഹിക്കാൻ തുടങ്ങുക. ആരും കൂടെയില്ലെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ചുവടുകൾ വെക്കുക. തളരാതെ പതറാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. പോരാടാൻ തയ്യാറുള്ളവർക്ക് മുന്നിൽ തോൽവി പോലും വഴിമാറിക്കൊടുക്കും. നിങ്ങളെത്തന്നെ വിശ്വസിക്കുക. ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യം കാണിക്കുക. അവിടെ നിന്നാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്.